ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങും. 2 കപ്പലുകളിലായി 14 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലെത്തും. താരിഫ് ചുമത്തുന്നതിൽ നിന്ന് 30 ദിവസത്തെ ഇളവ് അമേരിക്ക നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ കയ്യിൽ നിലവിലുള്ളത് 25 ദിവസത്തേക്കുള്ള ശേഖരം മാത്രമാണ്. 2 കോടി ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ ഇസ്രയേൽ ഇറാൻ യുദ്ധം തുടങ്ങിയത് മുതൽ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടപ്പോൾ വലിയ പ്രതിസന്ധി എണ്ണയുടെ കാര്യത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ റഷ്യ എണ്ണ നൽകാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതിസന്ധി നീങ്ങുകയാണല്ലോ വിഷ്ണു. ഉമൈബാൻ നേരത്തെ തന്നെ റഷ്യ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നതിന് താല്പര്യം അറിയിച്ചിരുന്നു. ഇന്നലെ ഉൾപ്പെടെ ഇന്ത്യയിലെ റഷ്യൻ അംബാസഡർ പറഞ്ഞത് ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നതിന് റഷ്യക്ക് തുറന്ന സമീപനമാണ് എന്നത് തന്നെയാണ്. നേരത്തെ റഷ്യയെ മോസ്കോയെ കേന്ദ്രീകരിച്ചുള്ള റിപ്പോർട്ടുകളും പറഞ്ഞത് ഇന്ത്യയുമായി ഇത്തരത്തിൽ ക്രൂഡ് ഓയിൽ വ്യാപാരം നടത്തുന്നതിൽ റഷ്യക്ക് യാതൊരു തടസ്സവുമില്ല എന്നാണ്. എന്നാൽ ഇന്ത്യ ഈയിടെ ഒപ്പുവെച്ച അമേരിക്കയുമായുള്ള കരാർ പ്രകാരം ഇത്തരത്തിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വെട്ടിച്ചുരുക്കുമെന്നും അല്ലാത്ത പക്ഷം 25% അമേരിക്ക താരിഫ് ചുമത്തുമെന്നുമുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ യുദ്ധം ആരംഭിച്ചതോടുകൂടി ഇന്ത്യ ശരിക്ക് ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 40% വരുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനെ തുടർന്നാണ് ഇന്ത്യയിൽ പ്രതിസന്ധി സംജാതമായത്. 25 ദിവസത്തേക്ക് അല്ലെങ്കിൽ 30 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം മാത്രമേ ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് നിലവിലുള്ളൂ. ഈ ഘട്ടത്തിലാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങാൻ ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്കയും ഒരു സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 30 ദിവസത്തേക്ക് എണ്ണ വാങ്ങുന്നതിൽ യാതൊരു തടസ്സവുമില്ല, അധിക തീരുവ ചുമത്തില്ല എന്ന നിലപാടാണ് അമേരിക്കയുടേത്. എന്തായാലും ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം 2 കപ്പലുകളിലായി 14 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ ആഴ്ച തന്നെ ഇന്ത്യൻ തീരത്ത് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കപ്പൽ ഗുജറാത്തിലേക്കും മറ്റൊരു കപ്പൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തേക്കുമായിരിക്കും എത്തുക എന്നും മനസ്സിലാക്കുന്നു. ഏകദേശം 95 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്ന തരത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര പരിസരത്ത് തന്നെ ഉണ്ട് എന്ന് റഷ്യ നേരത്തെ വ്യക്തമാക്കിയതാണ്. കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതും അതോടൊപ്പം തന്നെ അതിന്റെ അനുബന്ധ കാര്യങ്ങളും ഇന്ത്യ ഉടൻ തീരുമാനമെടുക്കും. നിലവിലെ സാഹചര്യത്തിൽ 14 ലക്ഷം ബാരൽ വാങ്ങാനാണ് ഇന്ത്യ കണക്ക് കൂട്ടുന്നത്. എന്തായാലും ക്രൂഡ് ഓയിൽ മാത്രമല്ല, പാചകവാതകത്തിലും ഇന്ത്യക്ക് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ 90% പാചകവാതകവും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ തന്നെ ആ 90% പാചകവാതകത്തിൽ 100% വരുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ മധ്യപൂർവേഷ്യയിൽ നിന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിട്ടുള്ള കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യക്ക് ഇത്തരത്തിൽ ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ പാചകവാതകവും അതോടൊപ്പം തന്നെ CNGയും അതിന്റെ ഉപയോഗം നിയന്ത്രിക്കാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഓയിൽ കമ്പനികളും എല്ലാം കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അദാനി ഓയിൽ ഗ്രൂപ്പ് ഉൾപ്പെടെ ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ പാചകവാതകങ്ങൾ അല്ലെങ്കിൽ LPG എന്ന് പറയുന്നത് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുമെന്നാണ്. നിലവിലെ സാഹചര്യത്തിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഈ LPGയുടെ അളവ് കുറയ്ക്കുക, ഒപ്പം തന്നെ സംസ്കരിച്ച LPG കയറ്റുമതി ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതോ തടയുക എന്ന ലക്ഷ്യമാണ്. നേരത്തെ ഖത്തർ പ്രഖ്യാപിച്ചതിന് സമാനമായി തന്നെ ഒരു നടപടി അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി. നിയമം മൂലം ഇതിന്റെ കയറ്റുമതിയും മറ്റ് ദുരുപയോഗവും തടയുന്നതിനുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ എണ്ണ കമ്പനികൾ സ്വീകരിച്ചു വരികയുമാണ്. ഉമൈബാൻ. ഓക്കെ വിഷ്ണു, എന്തായാലും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ ആശ്വാസകരമായിട്ടുള്ള നടപടിയാണ്. എന്തായാലും അമേരിക്ക കൂടി ഇക്കാര്യത്തിൽ വലിയ കടുംപിടുത്തം പിടിച്ചിട്ടില്ല എന്നുള്ളതും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അങ്ങനെ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തുകയാണ്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.